അല്ല, ഈ ദിവസങ്ങൾ പോരാ എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടുള്ളത്. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ KPC അധ്യക്ഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ 12-ാം തീയതി വരെയെങ്കിലും നീട്ടിയിട്ടുള്ളത് വളരെ ആശ്വാസകരമാണ്. അല്ലെങ്കിൽ നിരവധിയായ വോട്ടർമാർ ഈ വോട്ടർ പട്ടികയിൽ പുറത്തു പോകുമായിരുന്നു. നമുക്കറിയാം, ഒരു ജനാധിപത്യ അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ജനാധിപത്യപരമായ ഒരു അവകാശമാണ്. ആ അവകാശം ഹനിക്കുന്ന രീതിയിലേക്ക് ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കുകയോ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് തീർച്ചയായും ഭരണഘടനാ വിരുദ്ധമാണ്. അതിപ്പോൾ ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞു രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വ്യാജ ആരോപണമാണ്. നമ്മൾ വളരെ വ്യക്തമായി തെളിവുകൾ സഹിതമാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചിട്ടുള്ളത്. ഒരു വീട്ടിലെ ഒരു മുറിയിൽ 80 വോട്ടർമാർ ചേർത്തിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം പറഞ്ഞാൽ അതെങ്ങനെയാ വ്യാജ ആരോപണമാകുന്നത്? ഈ രാജ്യത്ത് മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ടുണ്ടായതിനേക്കാൾ വോട്ടർമാർ 5 മാസം കൊണ്ട് കൂടി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വ്യാജ ആരോപണമാകുന്നത്? ഇതെല്ലാം കൃത്യമായി രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെയോ നരേന്ദ്രമോദിയുടെയോ ഭരണകൂടത്തിൻ്റെയോ ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ട് ഡിജിറ്റൽ തെളിവ് നൽകാതെ, ഡിജിറ്റായുള്ള വോട്ടർ പട്ടിക നൽകാതെ, അതല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ അടക്കം നശിപ്പിച്ചുകൊണ്ട്, ഇതെല്ലാം വിവരാവകാശ നിയമം ബാധകമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നീതിപൂർവമാണ്, നിഷ്പക്ഷമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ അത് ഓരോ പൗരനെയും രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി അധികാരമുള്ള അല്ലെങ്കിൽ ബോധ്യപ്പെടുന്ന ബാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടത്തിന് വേണ്ടി ഈ ചെയ്തികളെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മഹാരാഷ്ട്രയിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുകയാണ്, ഹരിയാനയിൽ വ്യക്തമായി കാണുകയാണ്. ഓരോ വോട്ടർമാരുടെയും അതല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ള വോട്ടർ പട്ടിക വെച്ച് ആ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വോട്ടർ പട്ടിക വെച്ചിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അല്ലാതെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കിയ വോട്ടർ പട്ടിക വെച്ചിട്ടല്ല അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. വളരെ കൃത്യമായി ഓരോ വോട്ടർമാരുടെയും വ്യാജ വോട്ടുകൾ എത്ര, അതോടൊപ്പം തന്നെ ഐഡന്റിഫിക്കേഷൻ ഫോട്ടോ വ്യക്തമല്ലാത്ത വോട്ടുകൾ ഇത്ര, അതോടൊപ്പം തന്നെ ഫോം 6 ദുരുപയോഗം ചെയ്ത് ചേർത്തുള്ള വോട്ടുകൾ ഇത്ര, ഓരോ വീട്ടിലും ഒരു മുറിയിൽ ഇത്ര വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ UPയിലെ ഒരു ബൂത്തിൽ 5000 വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എവിടെ പോയി നിൽക്കും നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം എന്ന് പറയുന്നത്? ഇതിനെതിരെ ശക്തമായ പ്രതിരോധം രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട്. ഈ രാജ്യത്ത് ഇത് ഹിറ്റ്ലറുടെ രാജ്യമല്ല. ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യം അധികാരത്തിൽ വന്നത്. ആ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഹിറ്റ്ലർ പിന്നെ അവിടെ തെരഞ്ഞെടുപ്പേ ഉണ്ടായിട്ടില്ല. അത് ആ ഒരു ഏകാധിപത്യത്തിലേക്ക്, ആ ഒരു ഫാഷിസത്തിലേക്ക് രാജ്യത്തെ നയിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന BJPയുടെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും രാജ്യത്ത് അധികാരത്തിൽ കടിച്ചു തൂങ്ങുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷ ഇപ്പൊ മോഡി ഭരിക്കുന്നത്? 400-ലധികം സീറ്റ് എന്നൊക്കെ പറഞ്ഞ് വീരവാദം അടിച്ചുകൊണ്ടല്ലോ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഇറങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണല്ലോ മത്സര രംഗത്ത് വന്നത്. ഒടുവിൽ ഇപ്പൊ ആരുടെ പിന്തുണയാ ഭരിക്കുന്നത്? ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയോ ഈ ഗവൺമെന്റിന്? അപ്പൊ ഇവിടെ ഇത്തരം വ്യാജ വോട്ടുകളുടെ പിന്തുണ ഇല്ലെങ്കിൽ ഈ വ്യാജൻ പ്രധാനമന്ത്രി ആയിരിക്കില്ല. ഇതൊരു വ്യാജ ഗവൺമെന്റ് ആയിരിക്കുകയാണ്. വ്യാജ വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട്, ആ രീതിയിൽ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട്, ഒരു ജനാധിപത്യത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്! ഒരു രാജ്യത്തിന്റെ ഗതികേട് എന്നല്ലാതെ എന്താണ് പറയാൻ പോകുന്നത്? അപ്പൊ ഇതേ രീതിയിലേക്ക് സംസ്ഥാനത്തെ ലോക്കൽ ബോഡി ഇലക്ഷനും മാറ്റിയെടുക്കാമെന്ന് കേരളം ഭരിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ നടക്കാൻ കഴിയില്ല. അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ സംശുദ്ധമായൊരു തെരഞ്ഞെടുപ്പ് നടക്കണം, ശുദ്ധമായൊരു വോട്ടർ പട്ടിക വേണം. അതില്ലാതെ ഈ രീതിയിലേക്ക് വാർഡ് വിഭജനം അടക്കം പൂർത്തിയാക്കിയതിന് ശേഷം ഇത്രയധികം വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ആയി പോയി എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അതിന് പുറകിൽ ഏതൊക്കെയോ രീതിയിലുള്ള കൃത്രിമത്വം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് റെക്ടിഫൈ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞങ്ങളടക്കം ഇപ്പോൾ ഇവിടെ സജീവ സാറ് പറഞ്ഞല്ലോ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വളരെ സജീവമാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ബൂത്തുകളിൽ പോയി വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രയധികം വോട്ടുകൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷവും ഈ വോട്ട് നിലവാരം കൂട്ടിയത്, ഇത്രയധികം വോട്ടർമാരെ പുതുതായി ആഡ് ചെയ്തത്. അല്ലാതെ ആളുകൾ സ്വയമേവ വന്ന് വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ആളുകളെ ആ വോട്ട് അവരുടെ ഇതെല്ലാം രേഖകൾ ശേഖരിച്ചുകൊണ്ട് ഓൺലൈനായി വോട്ട് ചേർക്കുകയും അവരെ കൃത്യസമയത്ത് അവരെ എത്തിച്ചുകൊണ്ട് അഭിമുഖം നടത്താനും ഒക്കെ നിൽക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവർക്ക് കിട്ടേണ്ട വോട്ടുകൾ കൃത്യമായി വളരെ കണിശമായി തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വോട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അന്തിമമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ ഡിലീറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടർമാർ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വളരെ കൃത്യമായ ഒരു വോട്ടർ പട്ടിക ഉണ്ടാകണം. ആ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ഉണ്ടായ അപാകതകൾ തീർച്ചയായും പരിഹരിക്കണം. മരണമടഞ്ഞ ആളുകളെ ഡിലീറ്റ് ചെയ്യാൻ എല്ലാവരും ആളുകളുടെ കൃത്യമായ
വിലാസവും അവരുടെ പേരും കൊടുക്കാറുണ്ട്. പക്ഷേ അതല്ലാതെയുള്ള യഥാർത്ഥ വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും കിട്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകളാണ് എന്ന് കരുതിക്കൊണ്ട് മനഃപൂർവ്വമായി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ വോട്ടർ പട്ടികയിൽ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഞങ്ങളൊക്കെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ഈ വോട്ടർ പട്ടിക പരിശോധിക്കുകയും ബൂത്തുകളിൽ വോട്ട് ചേർക്കുകയും ചെയ്യുന്ന ആളുകളും ആയതുകൊണ്ട് പറയുകയാണ്, അതിനകത്ത് വളരെയധികം ക്രമക്കേടുകൾ ഈ വോട്ടർ പട്ടിക വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതെങ്കിലും ഒരു വാർഡിൽ ഉള്ള ആളുടെ ഒരു കൂട്ടം ആളുകളുടെ വോട്ട് 4 വാർഡിന് അപ്പുറത്തുള്ള വാർഡിൽ കിടക്കുകയാണ്. ചില വാർഡുകളിൽ അവിടെ ഉണ്ടായിരുന്ന വോട്ടർമാർക്ക് എങ്ങും വോട്ടില്ല, അവരുടെ പേരേ വോട്ടർ ലിസ്റ്റിൽ ഇല്ല. അപ്പോൾ ഈ ആളുകളെയൊക്കെ ഇനി കൊണ്ടുപോയി വോട്ട് ചേർക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. ആ ടാസ്ക്കാണ് ഇന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ അതിലൊരു തീർച്ചയായും ഒരു വലിയ വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്.